السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. عبادة بن الصامت رضي الله تعالى عنه ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ തആറ മിനൽ ലൈലി, ആരെങ്കിലും രാത്രിയിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കത്തിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, നമ്മൾ ചില സമയത്ത് ഞെട്ടിയുണരുകയോ അതല്ലെങ്കിൽ സ്വാഭാവികമായി നമ്മൾ കണ്ണു തുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പ്രഭാതം ആയിട്ടുണ്ടാവില്ല. ആ രൂപത്തിൽ ആരെങ്കിലും എഴുന്നേറ്റ് കഴിഞ്ഞാൽ, അല്ലാതെ രാവിലെ നമ്മൾ സുബഹിക്ക് എഴുന്നേൽക്കുന്ന ആ എഴുന്നേൽക്കലല്ല എന്ന് സാരം. എന്നിട്ട് ഫഖാല, ആ എഴുന്നേറ്റ മനുഷ്യൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് അദ്ദേഹം പറഞ്ഞു. സുമ്മ ഖാല, എന്നിട്ട് അദ്ദേഹം പറയാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ. ഔ ദഅ, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിലുള്ള ആവശ്യങ്ങളുള്ള കാര്യങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു, ആ സന്ദർഭത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉസ്തുജീബ ലഹു, ആ മനുഷ്യന് പിന്നെ അദ്ദേഹത്തിൻ്റെ ദുആഇന് ഉത്തരം ലഭിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാനുള്ള ഒരു സന്ദർഭമാണ് നമ്മൾ രാത്രി എഴുന്നേറ്റ് കഴിഞ്ഞാൽ. അതായത് രാത്രി എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കം പൂർത്തിയാകാതെ ഒരാൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ സമയത്ത് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹും തന്നെ ഇല്ല, ലാ വഹ്ദഹു, അവൻ ഏകനാണ്, ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കുകാരുമില്ല, ലഹുൽ മുൽക്കു, അവനാണ് സർവാധികാരങ്ങളും ഉള്ളത്, വലഹുൽ ഹംദു, സർവസ്തുതിയും അവന് തന്നെയാണുള്ളത്, വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഏതൊരു കാര്യത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാണ്. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്, വസുബ്ഹാനല്ലാഹ്, അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ യാതൊരു ഇലാഹുമില്ല, വല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടാണ് ഒരു നന്മ ചെയ്യാനും ഒരു തിന്മയിൽ നിന്നും വിട്ടുനിൽക്കാനും സാധിക്കുന്നത്. സുമ്മ ഖാല അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹു എനിക്ക് നീ പുറത്തു തരണേ. ഔ ദഅ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാർത്ഥന അവൻ പ്രാർത്ഥിച്ചു, അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഉസ്തുജീബ ലഹു, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകും. മാത്രമല്ല ഫഇൻ തവല്ലഅ വസല്ല ഖുബിലത് സ്വലാത്തുഹു, അവനിനി ഒന്നും കൂടെ വുദൂഎടുത്ത് രണ്ടറക്കാത്ത് നിസ്കരിക്കും കൂടിയാണെങ്കിൽ അവൻ്റെ ആ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ചെയ്യുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സന്ദർഭം നമ്മളുടെ ദുആഇന് ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് ആ ഒരു പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതാവശ്യങ്ങളും ആ ഒരു സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.